കേക്ക് വാങ്ങാൻ വന്നിട്ട് ഫുൾ മഴയും കൊണ്ട് ഞാൻ ഓണല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഈ പാതിരാത്രിയാണ് വീഡിയോ എടുക്കണേ. എനിക്ക് തോന്നുന്നത് 11 മണി എന്തോ ആയിട്ടുണ്ട്. നാളെ അടിച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ മുമ്പത്തെ വർഷം ഞാൻ അടിച്ചിനൊരു വാച്ച് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അത്യാവശ്യം നല്ല എന്തെങ്കിലും സാധനം വാങ്ങി കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പൈസ ഉണ്ടായില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടിട്ട് എനിക്കതൊന്നും സെറ്റാക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്താ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിൽ അവന് എന്താ പറ്റണേന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതിനാണോ ചീത്തയിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പെട്ടെന്ന് തലയിൽ ഇടിച്ചതാണ്. ഞാനൊരു വീഡിയോ കണ്ടപ്പോഴത്തേനും ഉടനെ തന്നെ ഞാനത് സെറ്റാക്കിയതാണ്. ഞാനപ്പോൾ അവന് ഇതിന് മുമ്പ് ഒരു ഷൂ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടിരിക്കണേന്ന്. പക്ഷേ ഷൂ ആണെങ്കിലും അത്യാവശ്യം കൂടിയ ഷൂ ഒക്കെ എനിക്ക് മേടിക്കണതിന് അത്ര താല്പര്യമൊന്നുമില്ല. നല്ല വിലയുടെ ഷൂ, അതെന്തിനാ ഒരു ഷൂ അല്ലേ, നമുക്കൊരു 10-2000 രൂപ അങ്ങനത്തെയൊക്കെ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചെന്നാൽ ഞാൻ മേടിച്ചു കൊടുക്കണമെന്നല്ല കേട്ടോ പറഞ്ഞത്. അവനൊരു സാധനം മേടിക്കാൻ ഇപ്പോഴുണ്ട്, ക്യാമറ അല്ലെങ്കിൽ PC എടുക്കാൻ വേണ്ടി അവൻ അത്യാവശ്യം പൈസ സേവ് അടിക്കാനുണ്ട്. അപ്പം ഞാൻ ഓർത്തത് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിയാലും അത് അവന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാനൊരു ക്യാഷ് ബുക്ക് ഉണ്ടാക്കണേന്. കാണിച്ചു തരാം നമുക്ക്. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് ഫുൾ ഇതിനകത്തേക്ക് ഈ കാശ് മൊത്തം എടുത്തിട്ട് ഞാൻ അതുകൊണ്ടൊരു ബുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോവുക. അപ്പോൾ ഇതാകുമ്പോൾ അവന് ഉപകാരപ്പെടും. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാച്ചാ അല്ലെങ്കിൽ ഒരു 10-12 രൂപയുടെ ഷൂ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മേടിക്കാനും കഴിയത്തില്ല. അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചാലും ഒരു ഉപകാരമില്ല. അതുകൊണ്ടിട്ട് ഇപ്പോൾ പൈസ ആയിട്ട് ഇതിപ്പോൾ ഒരു ബുക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവൻ ഈ പൈസയും കൂടി അതിൽ സേവ് അടിച്ചിട്ട് അവൻ്റെ ആഗ്രഹത്തിനകത്ത് PC ക്യാമറ എന്താണെന്ന് വെച്ചാൽ അവന് എടുക്കാൻ പറ്റും. ഞാൻ ശരിക്കും എനിക്കായിട്ടൊരു ഫുൾ പൈസ ഇട്ട് അവന് ക്യാമറ മേടിച്ചു കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല സത്യത്തിൽ. എന്തെങ്കിലും ഒരിക്കലും നടക്കും അവന് അങ്ങനത്തേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് ഇത് സെറ്റാക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇവനറിയാം ഞാനൊന്നും വാങ്ങിയിട്ടില്ലെന്ന്. ഒരു ദിവസം ഇവൻ വന്നപ്പോഴത്തേനും ഞാൻ ജീവവേള ഹാമ്പർ ബോക്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായില്ല. ഇവനല്ലല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ വെച്ച്. ഇവൻ എന്നോട് വന്നിട്ട് മനസ്സിലായി അവിടെ ബോക്സ് ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവനെന്തേ പറയണത് ഇങ്ങനെ നിൽക്കണേ. ഇച്ചിരി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പുള്ളി ഓർത്തത് ഞാൻ അവനെന്തോ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ബോക്സിലാക്കി വെച്ച് ഞാൻ മറന്നുപോയി അവിടെ നിന്ന് മാറ്റാം, അങ്ങനെ എന്തോ വെച്ചേക്കണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്ന ആൾ. എന്നിട്ട് അവിടെ എല്ലാവരും കൂടി ഞാൻ ഗീവ് അവേക്ക് വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തത്. ഇത് ഗീവ് അവേയുടെ ഇന്നല്ലേ ചോദിച്ചു. അപ്പോഴായിരുന്നു അവന് ശരിക്കും കാര്യം മനസ്സിലായത് കേട്ടോ. പുള്ളി അപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കുമെന്ന് ഓർത്തിട്ടുണ്ടായി. പക്ഷേ ഈ ലാസ്റ്റ് സമയത്ത് അവന് മനസ്സിലായി എന്നെ കൊണ്ടൊന്നും നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവനെ വിളിച്ച് ഞാൻ സങ്കടം പറയണേ, ഈ മാസം ഇത്ര രൂപ എടാ, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇനി എന്ത് ചെയ്യും, ഒന്നും സേവ് അടിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും മാറ്റി വെച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. വെച്ചാൽ വീട് പണി നടക്കണമല്ലോ. അപ്പോൾ ടൈല് പണിക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി, അവർക്ക് കൊടുത്തു. പിന്നെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അവനൊരു ഫോൺ എടുത്തു കൊടുത്തു. പിന്നെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു. പിന്നെ കസ്റ്റമറിനുള്ള മെറ്റീരിയൽ എടുക്കാനെടുത്തു. പിന്നെ പിന്നെ മൊത്തം കൂടി ആയപ്പോൾ തന്നെ ഈ മാസം അത്യാവശ്യത്തിൽ കൂടുതൽ കാശ് ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അപ്പം ഒന്നും സേവ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇവനോട് പറഞ്ഞിട്ട് രാവിലെ ഫുള്ള് ഇരുന്ന് കരയണേ. അപ്പോൾ അവൻ എന്തായാലും മനസ്സിലായി ഈ പ്രാവശ്യം ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന്. പിന്നെ ഞാൻ എന്തെങ്കിലും വാങ്ങണേ അവനോട് ചോദിച്ചിട്ട് ഞാൻ വാങ്ങത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവന് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി വാങ്ങുന്ന ഒരാളാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് എന്തെങ്കിലും പൊട്ടത്തരം ആയിപ്പോയെന്നാലും പ്രശ്നം. അതുകൊണ്ടിട്ട് ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ ഒരു സാധനം ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇത് മാത്രമല്ല, പൈസ മാത്രമല്ല, എനിക്ക് പൈസയൊക്കെ വെച്ച് ഈ കളി കളിക്കുന്ന പേടിയാണ് സത്യം പറഞ്ഞു. ഇതുണ്ട് ശരിക്കും മിഠായി കുറേ ഉണ്ടായിരുന്നിട്ടാണ് ഞാനും എൻ്റെ അനിയത്തി എൻ്റെ ചേച്ചിയുടെ 2 മക്കൾ എല്ലാവരും കൂടി തിന്ന് ഇത്ര ആക്കിയതാണ്. നമുക്കിനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇതൊരു മറ്റേ സാധനം ആക്കണം. എന്ത് സാധനം? മറ്റേ സാധനം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇതൊന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത് ഉണ്ടാക്കണ വീഡിയോ ഒന്നും എന്തായാലും എടുക്കാനുള്ള സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ
പട്ടി എവിടെയായിരുന്നു? പിങ്കും വൈറ്റും ബലൂൺ മേടിക്കണം, കേക്ക് മേടിക്കണം. ബ്ലാക്ക് ബലൂൺ മേടിക്കണം. മഴ പെയ്തു, നല്ല മഴ. ഞങ്ങള് കേക്ക് വാങ്ങാൻ വന്നിട്ട് ഫുൾ മഴയും കൊണ്ട് ഞാൻ എൻ്റെ കോല ഇതായി. നല്ല മഴയായിരുന്നു, ഫുൾ നനഞ്ഞ് എൻ്റെ അമ്മ മൊത്തം നനഞ്ഞ് കുളിച്ചു. ഇനി വീട്ടിലോട്ട് പോണേ കേക്കൊക്കെ വാങ്ങിയിട്ട്. പയ്യപ്പോ ഗൈസ് കരണ്ടില്ല ഇവിടെ. ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിക്കാൻ എന്നാ നീ ഇതിട്. ഈ ഷർട്ട് ഇടാച്ച് ചുരുങ്ങി പോയാ തുമ്പി അബി. ശരവണ്ടേ അനിയൻ ഇവിടെ കഴുത കളിച്ച് കോമഡി ഇതാണ് ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ അബി. അപ്പൊ ഗൈസ് ഞങ്ങള് കേക്ക് കുടിക്കാൻ വേണ്ടി പോവാണേ. ഇവിടെ വെച്ചിട്ടാണ് ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പുതിയ വീട്ടിലോട്ട് പോണേ. അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാ സാധനം കാണിച്ചു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രണ്ടില് ഇതുപോലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ പൊതിഞ്ഞുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ കൊണ്ടുപോകും. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണിച്ചു കൊടുക്കാം. കേക്ക് മുറിക്കാൻ മുമ്പത്തെ പോലത്തെ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അറിയില്ല, അച്ഛനറിയില്ലേ എന്നാ കേക്ക് മേടിക്കുമെന്ന്. ഞങ്ങളൊരു തവളയുടെ കേക്കാണ് മേടിക്കാനിരുന്നത്. പക്ഷേ ഇല്ലേ അത് കിട്ടിയില്ല. ആ ചേച്ചി ഗായ്സ് ഇനി ആൾക്കാർ വരാനുണ്ടാവും. ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കണം എല്ലാവരും. ഇവിടെ ആണെങ്കിൽ നല്ല മഴയുണ്ട്. ഞങ്ങൾ പുതിയ വീട്ടിൽ വെച്ചിട്ട് മുറിക്കണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് മുറിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് മുറിക്കാമെന്ന് വെച്ചാൽ ഇല്ലാട്ടോ. ഇതൊക്കെ ടൈലൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. രാജാണെങ്കിൽ കണ്ണും നട്ടിരിക്കണേ എല്ലാവരും വരാനായിട്ട്. അച്ഛൻ വന്നിട്ടില്ലത്. അച്ഛൻ വന്നിട്ടുണ്ട്. ഇനി മുട്ടും പൊന്നും കൂടി ആർട്സിനാണെങ്കിൽ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആർട്സിന് ഭയങ്കര നാണം. അപ്പൊ ഈ കൂടെ നിന്നോളൂ. നിന്റെ കൂടെ നിങ്ങൾ രണ്ടു കൂടി ഒന്ന് നിന്നെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആ കൊട്ടിയൊക്കെ വിഷമിച്ച് ഞാൻ എടുക്കും ആർട്സ്. അത് കുഴപ്പമില്ല.
തിരിഞ്ഞു പോലാണോ അതെ ആ 2 മാസം ഒന്ന് കയറി 2 മാസം കയറി കണ്ണിന്റെ സന്തോഷം കണ്ട തലയിലടിച്ചിട്ട് കൈ അമ്മ എന്താ അതുകൊണ്ടായി ഞാൻ കൊച്ചു നോക്കണേ ഇല്ല അങ്ങനെ ഒന്നുമില്ലേ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കണ്ടാടി ഞങ്ങൾ നോക്കും അതിനാർക്കും വേണ്ടേ പിന്നെ ആദ്യം എന്നെ നോക്കി മന്തി മേടിക്കാൻ പോയപ്പോ ഞങ്ങള് പൊന്നിന്റെ കാലിൽ ഈ സാധനം വെക്കാൻ പോണേ. പൊന്നു പേടിയുണ്ടാ? 2 പ്രസവിച്ചൊക്കെ എന്ത് പേടിയാ? ഒരുമിച്ച് വേണ്ട, അവള് വെറുതെ കൊല്ലണ്ട. ഒരെണ്ണ അത് ആ നീ കൈമാറ്റടി, കണ്ണടച്ചോ? ഓണല്ലേ? അയ്യോ എന്താണ് ഇത്? മന്തി മേടിച്ചു. പുതിയ ഫോൺ മേടിച്ചാ ഇവിടെ
Sorry.